നമസ്കാരം. ശക്തിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമ വെറൈറ്റീസ് നമുക്കൊന്ന് കണ്ടുവരാമേ. ഇത് ഇന്ത്യനെ കിങ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പമാണ്. നല്ല വലിപ്പം വെക്കുകയും ചെയ്യും. അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല കടും നിറത്തിലുള്ള പിങ്ക് സ്റ്റെമ്മോട് കൂടിയ പ്ലാന്റാണ് ഇന്ത്യനെ കിങ്. അതുപോലെ കുങ്കുമിൻ്റെ 3 പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. നിയോൺ കുങ്കുമിൻ്റെ 3 പ്ലാന്റ്സാണ് വന്നേക്കുന്നത്. പിന്നെ പിങ്ക് പൈ, പനാമ, ബ്ലാക്ക് സുമാത്ര. ഈ ഒരു പ്ലാന്റ് ഒന്ന് എടുത്ത് കാണിച്ചോട്ടെ. ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് മൂൺലൈറ്റ് എന്നാണ് ഇതിൻ്റെ ID വരുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാലും കടും നിറത്തിലുള്ള ഗ്രീനാണ് ശരിക്കും, അല്ലാതെ കറുത്ത നിറമല്ല ഇത്. ഇതിൻ്റെ ID ബ്ലാക്ക് എന്നുണ്ടെങ്കിലും ഇത് നല്ല ഗ്രീൻ നിറമാണ് കേട്ടോ. ഈ ഗ്രീൻ നിറത്തിലുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്ന ഒരു അഗ്ലോണിമയാണിത്. അത്രയ്ക്കും റെയറാണ്, വളരെ റെയർ പ്ലാന്റാണ്, എന്നാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത് കേട്ടോ. പിന്നെ ലെഗസിയുടെ വൈറ്റ് ലെഗസി 2 പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ പിങ്ക് ക്യാബേജിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. പിങ്ക് ക്യാബേജിൻ്റെ ഒരു 10 പ്ലാന്റ്സോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഡയമണ്ട് സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റാണിത് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ഇത് ഒറിജിനൽ ഡയമണ്ട് സ്റ്റാർ അല്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് പ്ലാന്റ്സ് എടുക്കുന്ന ആൾ, നമ്മുടെ സെല്ലർ നമുക്ക് തന്നത് ഇതിൻ്റെ ID ഡയമണ്ട് സ്റ്റാർ എന്ന IDയിൽ അത്രയും വില എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയ ഒരു ചെടി കൂടിയാണിത്. അത്രയ്ക്കും റെയറായിട്ടുള്ള പ്ലാന്റാണ്. കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിന് വില കൂടുതൽ ആണെന്ന് നമ്മൾ പറയുന്നതിനുള്ള കാരണം. അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റുമാണ്, അത്രയും തന്നെ റെയർ പ്ലാന്റുമാണിത് കേട്ടോ. പിന്നെ ഇന്ത്യനയ്ക്കും ഇങ്ങനെയുള്ളൂ കേട്ടോ. ഇത്ര വലിപ്പം വെക്കുള്ളൂ. പിന്നെ ഇതിൽ നിറയെ ബുഷിയാവും. ഇനിയും നിറയെ ബേബി പ്ലാന്റും വരും. പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും, എന്നാൽ അധികം പെട്ടെന്ന് നശിച്ചു പോകാത്ത നന്നായിട്ട് നിലനിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇന്ത്യനയ്ക്കും കിങ്ങും കേട്ടോ. ഇത് മാഗ്നറ്റിക് ഗ്രീനിൻ്റെ 3 പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് ഒരു പ്രക്കായ്പറ്റിൻ്റെ ഒരു ലീഫ് പോലെ തോന്നില്ലേ, പക്ഷേ ഇത് മാഗ്നറ്റിക് ഗ്രീനാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല പ്ലാന്റ്സാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. സിയാം പെർഫെക്റ്റിൻ്റെ കുറച്ച് അധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം തന്നെ കപ്പ് സൈസാണ് കേട്ടോ. ഇത് കണ്ടോ, കപ്പ് സൈസിലാണ് വന്നേക്കുന്നത്. കാരണം ഇത് തലഭാഗം കട്ട് ചെയ്ത് ക്ലിപ്പിച്ച് വന്നിട്ടുള്ള പ്ലാന്റ് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള പ്ലാന്റ്സാണ് ഇങ്ങനെ കപ്പ് സൈസിൽ വരിക. കാരണം അങ്ങനെ വെച്ച് ക്ലിപ്പിച്ച് വരുന്ന പ്ലാന്റ്സിനാണ് കരുത്ത് കൂടുതലുണ്ടാവുക. അതാണ് കച്ചവട തന്ത്രം എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് നമ്മളെ ആകർഷിക്കും. ഇങ്ങനെ നല്ല കരുത്തുള്ള ചെടികളല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. കണ്ടോ, നല്ല ഭംഗിയുള്ള ചെടികളാണ്. പക്ഷേ ടോപ്പ് കട്ട് ചെയ്ത് വന്ന പ്ലാന്റ്സ് ആണെന്നാണ് ഇങ്ങനെ വരുമ്പോൾ, കപ്പ് സൈസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. എന്നാൽ പോലും വിലയിൽ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. കപ്പ് സൈസ് ആണെങ്കിലും നേരത്തെ വില തന്നെയാണ് ഇപ്രാവശ്യം ഈടാക്കിയിരിക്കുന്നത്. പിന്നെ ഹാർലിക്യൂൻ്റെ 2 പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. സ്കൈലൈൻ്റേതും 2 പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന പ്ലാന്റ്സ് ഇത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നേരത്തെ ഇരുന്ന പ്ലാന്റ്സൊക്കെ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ തട്ടിൽ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ സ്ഥിരം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചേക്കാം. നമ്മുടെ റെഡ് വൈന്, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഇത് റെഡിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. റെഡ് ഡയമണ്ട് സ്റ്റാർ ആണിത് കേട്ടോ. നല്ല ഭംഗിയുള്ള, അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള, ആദ്യ സമയത്തൊക്കെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര വിലയിൽ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റാണിത്. ഇപ്പം പക്ഷെ അത്രയ്ക്കും വലിയ വിലയെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഉള്ളതിൽ വെച്ചിട്ട് നല്ല വിലയുള്ളൊരു പ്ലാന്റാണിത് കേട്ടോ. പിന്നെ ഡ്രാഗണിൻ്റെ 2 പ്ലാന്റ് ഇരിപ്പുണ്ട്. പിന്നെ ഏതാണ്, സൺസ്റ്റാർ ഉണ്ട്, ഗോൾഡൻ ഏഞ്ചൽ, പിന്നെ റെഡ് വെറൈറ്റി, പിന്നെ നമ്മുടെ സോംബറ്റ്, 9 ക്യാരറ്റ്. അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. ഏകദേശം നമുക്ക് നമ്മുടെ തട്ടിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ കുറച്ച് ചെടികളോട് വരാനുണ്ട്. അപ്പോൾ ആ പുതിയ ചെടികളും പുതിയ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടുകൂടി വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ബൈ.